എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള 18ാമത്തേതും അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകാവുന്നതും അവിടെ നിന്നും വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നും പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ അലോട്ടഡ് എന്നാണ് എങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള പേജിലേക്ക് പോകുന്നതും അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഏത് കോളേജിലാണ്, ഏത് കോഴ്സിലാണ്, ഏത് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഓൾറെഡി അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള, അതായത് നേരത്തെ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ NOC സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും ആ ഒരു കോളേജിൽ നിന്ന് നേരെ നിങ്ങൾക്ക് മെമോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്കും കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ആ ഒരു പേജിൽ നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ അതുപോലെ തന്നെ UPIയോ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം 27ാം തീയതിക്കകം ഫീസ് അടച്ച് 28ാം തീയതി വൈകുന്നേരം 5 മണിക്കകം കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോളേജ് റിപ്പോർട്ടിങ്ങിനുള്ള തീയതി നീട്ടി നൽകുന്നതല്ല എന്നുള്ളതും പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ, അതായത് INC-യുടെ നിലവിലെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ BC നഴ്സിംഗ് കോഴ്സിലെ പ്രവേശനത്തിനുള്ള അവസാന തീയതി 30/11/2024 അത് നവംബർ 30ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയും നിങ്ങൾ അഡ്മിഷൻ നേടാതെ ഇരിക്കുകയും ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും അല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ ഈ ഒരു അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് കാരണമെന്ന് പറയുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് റീഫണ്ട് കിട്ടാനൊക്കെ ഏകദേശം ഒരു 3-4 മാസമൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നാളെ, അതായത് നവംബർ 28ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഈ ഒരു അഡ്മിഷൻ നേടുക. ടോക്കൺ ഫീ പേയ്മെൻറ്റ് നവംബർ 27ാം തീയതി, അതായത് ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ SC ST OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC BC OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫീസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ഈ അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് ഏകദേശം നിങ്ങൾ 25,000 രൂപ അടക്കണം. ബാക്കി ഫീസ് അഡ്മിഷൻ സമയത്താണ് അടക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ അതായത് അഡ്മിഷൻ എന്ന് പറയുന്നത് നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ 2 ഫോട്ടോ കൂടി കയ്യിൽ കരുതുക. അപ്പോൾ ഇത്രയുമാണ് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എടുക്കേണ്ടത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം നാളെ അതായത് നവംബർ 28 വൈകുന്നേരം 5 മണിക്കൂറിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.